പ്രവാസിയുടെ നൊമ്പരം ഭാഗം 16. ഇല്ല, ആര് മറന്നാലും എന്റെ ഇക്കാക്കാനെ ഞാൻ മറക്കില്ല, വെറുക്കില്ല. പെട്ടെന്നാണ് സുമി ഒരു പൊട്ടിക്കരച്ചിലോടെ അവരിലേക്ക് കടന്നു വന്ന്. മോളെ, അബ്ദുള്ള മാഷ് നെട്ടലോടെ സുമിയുടെ നേർക്ക് തിരിഞ്ഞു. ഞാൻ പറഞ്ഞില്ല ഉപ്പ, എന്റെ ഇക്കാക്കാക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന്. എനിക്ക് എന്റെ ഇക്കാനെ കാണണം. അവൾ അദ്ദേഹത്തെ പിടിച്ചു കുലുക്കി. എന്റെ ഇക്കാൻ എനിക്ക് കൊണ്ടുതാ. അവളുടെ ആ പൊട്ടിക്കരച്ചിലിന് മുന്നിൽ അബ്ദുള്ള മാഷിന് ഒന്നും പറയാനില്ലായിരുന്നു. മോളെ, നീ കരയല്ലേ, നമുക്ക് അജുവിനെ കൊണ്ടുവരാം, നീ വാ. മകളെ കൂട്ടിപ്പിടിച്ചു മാഷ്. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അവൾ താഴേക്ക് നിലംപതിച്ചു. മോളെ, സുമിയുടെ ഉമ്മ തേങ്ങിക്കരഞ്ഞു. അവളെ അവർ താങ്ങി റൂമിലേക്ക് കിടത്തി. മുഖത്ത് വെള്ളം തെളിച്ചു. മെല്ലെ അവൾ കണ്ണുകൾ തുറന്നു. എന്റെ ഇക്ക എന്ന് വിളിച്ചു. അവൾ വീണ്ടും തേങ്ങി. എല്ലാം കണ്ടു നിൽക്കുന്ന ഷാനിദ് വല്ലാത്ത അവസ്ഥയിലായിരുന്നു. പടച്ചോനെ, ഒന്നും വരുത്തല്ല ആർക്കും. അബ്ദുള്ള മാഷ് പെട്ടെന്ന് സുൽഫിയെ വിളിച്ചു വരുത്തി. എല്ലാം കേട്ട സുൽഫിയും വല്ലാത്ത അവസ്ഥയിലായിരുന്നു. പെട്ടെന്ന് എന്തൊക്കെയാ നഷ്ടപ്പെട്ട പ്രതീതി. തന്റെ അനിയത്തിയുടെ സങ്കടം എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു തരം വീർപ്പുമുട്ടല്. എന്തോ ഓർത്ത പോലെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഫോൺ എടുത്തു. അവൻ മനസ്സുകൊണ്ട് നമ്പർ ഡയൽ ചെയ്തു. അന്ന് ശരിക്കുള്ള മറുപടി കിട്ടാതെ കൊണ്ട് നല്ല സുഖത്തിലല്ല ഫോൺ വെച്ച്. പിന്നെ ആ ഭാഗത്തേക്ക് നോക്കിയില്ല. വീണ്ടും അവനിലേക്ക് തന്നെ റിങ് ചെയ്തു. മൻസൂർ ഹലോ പറഞ്ഞിട്ടും സുൽഫി അതൊന്നും അറിയുന്നില്ല. എന്താടാ സുൽഫി? സുൽഫി എന്ന വിളിയിൽ അവൻ ഹലോ പറഞ്ഞു. മൻസൂർ, പറടാ, എന്താ ശരിക്ക് സംഭവിച്ചേ? എല്ലാം എനിക്ക് അറിയണം. ഷാനിദ് വീട്ടിൽ വന്നിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. മൻസൂർ സങ്കടത്തോടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞു. മൻസൂർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ സുൽഫിക്ക് നെഞ്ചു പൊട്ടുന്ന പോലെ തോന്നി. മൻസൂറിന്റെ കാള് കട്ട് ചെയ്ത് സുൽഫി ഉപ്പാന്റെ അരികിലേക്ക് ചെന്നു. ഉപ്പ, അവന് നമ്മളെ ചതിച്ചതാ. എന്താ മോനെ? ആരാ? ഷാനവാസിന് ഉപ്പ അറിയില്ലേ? ആരാ മോനെ അത്? ഉപ്പ, സുമിയെ പെണ്ണ് ചോദിച്ചു വന്ന ഒരു തെമ്മാടിയെ ഉപ്പാക്ക് അറിയില്ലേ? ഇതിന് ഞാൻ പകരം വീട്ടുമെന്ന് പറഞ്ഞത് നമ്മൾ മറന്നാലും അവനത് മറന്നിട്ടില്ല ഉപ്പ. അവനാ അജുവിനെ ഈ കെണിയിൽപ്പെടുത്തിയത്. നമ്മളോടുള്ള വൈരാഗ്യം നമ്മുടെ അജുവിനോട് തീർത്തു. ഉപ്പ, എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം. ആ മോനെ, അജു ഒന്നും അറിയാതിരിക്കട്ടെ. നമ്മുടെ മോളുടെ ഭാവി. അവരുടെ സംസാരത്തിലേക്കാണ് ഷാനിദ് കടന്നു വന്നത്. മാഷേ, ഞാൻ എന്നാലും പോയി വരാം. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം. ഇതാണ് നമ്പർ. അവന്റെ നമ്പർ കൊടുത്തിട്ട് അവിടെ നിന്നിറങ്ങി. യാത്രയിലുടനീളം അജുവിന്റെ കുടുംബമായിരുന്നു മനസ്സ് മുഴുവൻ. അവന്റെ വീട്ടിൽ പോയി ഉപ്പാനെയും ഉമ്മാനെയും കാണാൻ പറ്റാത്ത വിഷമം നന്നായി ഉണ്ടായിരുന്നു. സുമയുടെ അവസ്ഥ എല്ലാം അവനെ നന്നായി വേദനിപ്പിച്ചിരുന്നു. ഇനിയും കാര്യങ്ങൾ ഇവരെ അറിയിച്ചില്ലെങ്കിൽ പാവം ഞങ്ങൾ അജുവിന്റെ ജീവിതം അതിനുള്ളിൽ എരിഞ്ഞടങ്ങും. അത് പാടില്ല. ദിവസങ്ങൾ ഇഴഞ്ഞു നീങ്ങി. അജു ജയിലിൽ അകപ്പെട്ടിരിക്കുന്നു. കാട്ടുതീ പോലെ ആ വാർത്ത നാട്ടിലാകെ പടർന്നു. വൃദ്ധരായ അജുവിന്റെ ഉമ്മാക്കും ഉപ്പാക്കും അത് താങ്ങാനാവുന്നതിനും അപ്പുറമായിരുന്നു. ഞങ്ങളുടെ അജു എങ്ങനെയാ അല്ലാ അതിലകപ്പെട്ടത്? ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തവനാണല്ലോ അവന്. എന്നിട്ടും എല്ലാ കഷ്ടപ്പാടിലും പിടിച്ചു നിന്നിരുന്ന മുക്രിക്ക പോലും തേങ്ങിക്കരഞ്ഞു. അനിയത്തി ഇക്കാനെ വിളിച്ചു വിതുമ്പി. കേട്ടവർ മുഖത്ത് കൈവച്ചു. ഇത്രയും നല്ലൊരു ചെക്കന് ഇതെന്തു പറ്റി? അമിതമായ ആഗ്രഹങ്ങളില്ലാത്ത ഒരു പാവമായിരുന്നല്ലോ മുക്രിക്കാന്റെ മോന്. ചിലർ സങ്കടത്തോടെ പരിതപിച്ചു, മറ്റു ചിലർ കുറ്റപ്പെടുത്തിയും. ആ കാശ് കയ്യിൽ വന്നപ്പോൾ മതിയാവാഞ്ഞിട്ട് കൂടുതലുണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടാവും. എല്ലാ കുറ്റങ്ങളും പരാതിയില്ലാതെ വേദനയോടെ ആ കുടുംബം ഏറ്റുവാങ്ങി റബ്ബിലേക്ക് അർപ്പിച്ചു. ദിവസങ്ങൾ തള്ളി നീക്കി. ഷാനിദ് നാട്ടിൽ പോയതിൽ പിന്നെ അജുവിന്റെ അവസ്ഥ ദയനീയമായിരുന്നു. ആകെയുള്ള സമാധാനം ഷാനി മാത്രമായിരുന്നു. എന്നാൽ അവനെങ്കിലും രക്ഷപ്പെട്ടല്ലോ. തന്റെ വീട്ടിൽ അവന് പോയിട്ടുണ്ടാവുമോ? എന്തായിരിക്കും തന്റെ ഉപ്പാനോടും ഉമ്മാനോടും സുമിയോടും അവന് പറഞ്ഞിട്ടുണ്ടാവുക? അവന്റെ മനസ്സിൽ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു. എല്ലാം അവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ പ്രതികരിക്കുക? മോന്റെ അവസ്ഥ അറിഞ്ഞ തന്റെ ഉപ്പാന്റെയും ഉമ്മാന്റെയും വേദന എത്രയുണ്ടാവും?
തന്നെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന തൻ്റെ സുമി കരയുന്നുണ്ടാവുമോ? മറ്റാരെക്കാളും പ്രിയപ്പെട്ട തൻ്റെ ഇക്കയെ ഓർത്ത് എൻ്റെ പൂമോള് വിങ്ങിപ്പൊട്ടുന്നുണ്ടാവുമോ? നിഴലായി കൂടെയുള്ള തൻ്റെ സുഹൃത്തുക്കൾ ഡാ പഹയ നീ എവിടെടാ എന്ന് പറഞ്ഞ് തന്നെ തിരയുന്നുണ്ടാവുമോ? അജുവിന്റെ മനസ്സിൽ 1000 ചോദ്യങ്ങൾ ഓടിമറിഞ്ഞു. സുമി ഉപ്പാനോട്, ഉപ്പ, എന്റെ ഇക്കാൻ അതിനുള്ളിൽ ഇട്ടേക്കാനാണോ നിങ്ങളുടെ ആഗ്രഹം? എന്താ മോളെ നീ പറയുന്നേ? അങ്ങനെ ഞങ്ങൾ ചെയ്യുമോ? പിന്നെ എന്താ നിങ്ങളൊക്കെ ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നേ? മോളെ നമുക്ക് ശരിയാക്കാം, ഞങ്ങൾ ആലോചിക്കട്ടെ. ആ, നിങ്ങൾ ആലോചിച്ച് ഇവിടെ നിന്നോ. എന്റെ ഇക്കാനെ എങ്ങാനും എനിക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കില്ല, പറഞ്ഞേക്കാം. മോളെ ഇങ്ങനെയൊന്നും പറയല്ലേ. വേദനയോടെ മാഷി അവളെ നോക്കി. അദ്ദേഹത്തിന് നോട്ടം ശ്രദ്ധിക്കാതെ അവൾ റൂമിലേക്ക് നടന്നു. മനസ്സ് തേങ്ങുകയാണ്. കണ്ണുനീർ പുറത്തേക്ക് വരാതെ ഹൃദയം നനഞ്ഞുകൊണ്ടിരിക്കുന്നു. തന്റെ ഇക്ക ജയിലറയിൽ ആരാരുമില്ലാതെ ഒറ്റക്ക് കഴിയുമ്പോൾ താൻ ഇങ്ങനെ ഈ മാളികയിൽ. മോളെ, ഉമ്മാന്റെ വിളി കേട്ട് സുമി തിരിഞ്ഞു നോക്കി. എന്താ ഉമ്മ? മോളെ നീ എന്തെങ്കിലും ഒന്ന് കഴിക്ക്, ഇങ്ങനെ പട്ടിണി കിടക്കല്ലേ. വേണ്ട ഉമ്മ, എന്റെ ഇക്ക വരട്ടെ, ഞങ്ങൾ 2 പേരും കൂടെ കഴിച്ചോളാം. ഇക്ക ഇപ്പോൾ വരും, ഇക്കാക്ക് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി വെക്കിട്ടോ. മോളെ നീ എന്തൊക്കെയാ പറയുന്നേ? ആ ഉമ്മ, ഇക്ക വരും. പരിസരബോധമില്ലാതെ അവൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. സുമി, സുൽഫിയുടെ വിളിയിൽ അവൾ ഞെട്ടിത്തിരിഞ്ഞു. ഇക്കാക്ക, എന്റെ ഇക്ക, എന്തെങ്കിലും ചെയ്യ നിങ്ങൾ. മോള് വിഷമിക്കല്ലേ, നമുക്ക് അജുവിനെ കൊണ്ടുവരാം. നീ കുറച്ചു നേരം കിടക്ക്. ആ കിടപ്പിലും അവള് നിന്നുരുകി. തന്റെ പ്രിയതമനെ ജയിലിലാണെന്ന് അറിയാതെ സംശയിച്ചതും വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ചതും സുമയുടെ മനസ്സിനെ വല്ലാതെ തളർത്തി. എന്ത് ചെയ്യണമെന്നറിയാതെ സുമയ വല്ലാതെ പ്രയാസപ്പെട്ടു. ഇക്കയോടൊന്നിച്ചുള്ള ആ വസന്തകാലം സുമയെ വീണ്ടും വീണ്ടും തളർത്തിക്കൊണ്ടിരുന്നു. അല്ലാ, എന്റെ ഇക്കയോട് നേരിട്ടോ ഫോണിലിടയോ ഒന്ന് മാപ്പ് ചോദിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ. മനസ്സിന്റെ വിഷമം താങ്ങി നിർത്താനാവാതെ സുമയ്യ ഓരോ നിമിഷവും കണ്ണുനീർ വാർത്തു. ഭക്ഷണവും ഉറക്കവുമില്ലാതെ സുമയ്യയുടെ ഓരോ ദിവസവും നീങ്ങിക്കൊണ്ടിരുന്നു. അവളുടെ അവസ്ഥ കുടുംബത്തിന് സഹിക്കാൻ കഴിയില്ലായിരുന്നു. അവർക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ അവർ ചെയ്യാനൊരുങ്ങി. ഉടനെ അബ്ദുള്ള മാഷ് ഫോൺ എടുത്തു ഷാനിദിനെ വിളിച്ചു വരാൻ പറഞ്ഞു. സുൽഫിയോടും പെട്ടെന്ന് റെഡിയാവാനും പറഞ്ഞു, ഒരു സ്ഥലം വരെ പോവാൻ. അങ്ങനെ ഷാനിദും സുൽഫിയും അബ്ദുള്ള മാസ്റ്ററും കൂടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കി പല രാഷ്ട്രീയ നേതാക്കളെയും പ്രമുഖന്മാരെയും സമീപിച്ചു. അങ്ങകലെ സൗദി അറേബ്യയിൽ ജയിലിലുള്ളവരെ രക്ഷപ്പെടുത്താൻ നമുക്ക് എംബസി മുഖേന എന്തെങ്കിലും ചെയ്യാനല്ലാതെ ഒന്നും ചെയ്യാനില്ലെന്നും അതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ സമ്മർദ്ദം നമുക്ക് വേണ്ട രൂപത്തിൽ നടത്താമെന്ന രാഷ്ട്രീയക്കാരുടെയും പ്രമുഖന്മാരുടെയും വാക്ക് കേട്ട് പ്രതീക്ഷയോടെ അവർ വീട്ടിലേക്ക് തിരിച്ചു. നാട്ടിലെ അജുവിനെ രക്ഷിക്കാൻ കുടുംബവും കൂട്ടുകാരും നെട്ടോട്ടമിടുമ്പോൾ അങ്ങകലെ സൗദി അറേബ്യയിൽ ജിസാനിൽ ഷാനവാസിന്റെ റൂമിൽ മറ്റൊരു ദുരന്തത്തിന് തുടക്കം കുറിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് കഥയുടെ ബാക്കി ഭാഗം കേൾക്കാം.